ഈ ഭീകരപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്ത പുണ്യപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ മുസ്ലിങ്ങൾ കേൾക്കണം, കേട്ടവർ കേൾക്കാത്തവരോട് പറഞ്ഞു കൊടുക്കണം. നേരത്തെ ബഹുമാന്യനായ ഡോക്ടർ സാറാന്ന് ഒന്നോട് പറഞ്ഞു, പള്ളിയിൽ തന്നെയാ ബോംബ് പൊട്ടിക്കുന്നത്. എന്ത് ഇസ്ലാമാണോ ഇത്? നിസ്കാരത്തിന് ജുമാക്ക് വരുന്ന പാവപ്പെട്ടവൻ്റെ പള്ളക്ക് തന്നെ ബോംബ് വെച്ച് കൊല്ലുന്നു, എന്നിട്ട് പറയാം മുസ്ലിങ്ങൾക്ക് വേണ്ടിയാന്ന്. മൂളയുള്ളവൻ പറയുമോ ഇവർ ചെയ്യുന്നത് ഇസ്ലാമിന് വേണ്ടിയാന്ന്? ഇമാം നവവി തങ്ങൾ 500-ലധികം ഗ്രന്ഥങ്ങൾ ലോകത്ത് സമർപ്പിച്ച വലിയ മഹാന. എത്ര? 500-ലധികം. ഭരണം കിട്ടിയ പാടെ ചെന്ന് മൂപ്പരുടെ കബറങ്ങോട്ട് തട്ടി തകർത്തു പൊളിച്ചു കളഞ്ഞു. മക്കത്തും മദീനത്തും ഉണ്ടായിരുന്ന 100 കണക്കിന് മഹാന്മാരുടെ ഖബറുകളുണ്ടായിരുന്നു. ചെറുപ്പക്കാരെ, നാളെ സൗദി അറേബ്യയിൽ പോയിട്ട് ഇസ്ലാം അതാണെന്ന് പഠിച്ചിങ്ങോട്ട് വരല്ലേ നിങ്ങൾ? 2 മിനിറ്റ് ഞാൻ സുന്നത്ത് ജമാഅത്തും കൂടി പറഞ്ഞോട്ടെ. ഈ സൗദി അറേബ്യ വന്നതെന്നാ? എത്ര കൊല്ലായി സൗദി അറേബ്യ വന്നിട്ട്? അറിയാവോ? നീല ഷർട്ടുകാരനോടാ ചോദിക്കുന്നത്. സൗദി അറേബ്യ വന്നിട്ട് എത്ര കൊല്ലായി? എത്ര? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് സൗദി അറേബ്യ ഉണ്ടോ? ഇല്ല. 10-23 ചെറിയ രാഷ്ട്രങ്ങളായിരുന്നു. സൗദി അറേബ്യ വന്നിട്ട് താരിഖു മംലക്കത്തിൽ അറബിയത്ത് സൗദിയ എന്ന് പറഞ്ഞ് സൗദി അറേബ്യ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൽ 340 കൊല്ലയാളൂ സൗദി അറേബ്യ വന്നിട്ട്. അള്ളാന്റെ റസൂൽ വന്നിട്ട് 1400 കൊല്ലം കഴിഞ്ഞു. അപ്പം ഇപ്പം ഈ 300 കൊല്ലം കഴിഞ്ഞ് വന്ന സൗദിയിൽ ചില ഭരണത്തിൻ്റെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇവിടെ ദിക്റും സലാത്തും മൗലൂദും യാ ഖയ്യൂം യാ ഹയ്യു ഒക്കെ ചൊല്ലി കാര്യക്കൊരു വിസയും കിട്ടി സൗദി അറേബ്യ പോയിട്ട് തിരിച്ചു വന്നിട്ട് വഹാബിയാകുന്ന ആളുകളുണ്ട് ഇവിടെ. പഠിച്ചുകൊള്ളുക. 300 ശിഷ്ടം കൊല്ലയായുള്ളൂ സൗദി അറേബ്യ. എന്തായിരുന്നു? ഒറ്റ മിനിറ്റ് പറഞ്ഞോട്ടെ, സമയമാകുമ്പോൾ പറഞ്ഞേക്കണം നിർത്താൻ. ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഈ 33ഓളം വരുന്ന 30 ചില്ലാനം വരുന്ന ചെറിയ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ രാജ്യം പോലെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇതവരുടെ ഗ്രന്ഥത്തിൽ പറയുന്നതാ. അപ്പോഴാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഉനൈനയിൽ ജനിക്കുന്നത്, സൗദിയുടെ ഒരു ഗ്രാമത്തിൽ. മൂപ്പനിങ്ങനെ ഫിക്കറാക്കി ഈ ആശയമൊക്കെ ഒന്ന് മാറ്റി എഴുതണം, ഒന്ന് തള്ളിപ്പറയണം. ആരുണ്ട് സഹായിക്കാൻ? പലരെയും അടുത്തു. ആരും സഹകരിക്കാതെ വന്നപ്പോൾ ഈ സൗദി അറേബ്യയുടെ ഇന്ന് ഭരിക്കുന്നയാളുടെ പേര് സൽമാൻ്റെ വാപ്പ അറിയോ? അബ്ദുള്ളയുടെ വാപ്പ ഫഹദിന്റെ വാപ്പ അറിയില്ല. അബ്ദുൽ അസീസ്, ഫൈസൽ, ഖാലിദ്, ഇനി 2 വാപ്പമാരും കൂടിയുണ്ട്. അതോടുകൂടി സൗദി അറേബ്യയുടെ ഭരണം കഴിഞ്ഞു. ആ ഉപ്പാപ്പ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ നാട്ടിൽ ചിന്തിച്ച പോലെ ഈ ചെറിയ രാജ്യങ്ങളെയൊക്കെ ഒന്ന് വെട്ടിപ്പിടിച്ചത് വലുതാക്കിയാൽ ഉഷാറാണല്ലോ. പക്ഷെ മൂപ്പർക്കൊട്ട് കഴിയോ ഇല്ല. അങ്ങനെ ഇയാളും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഈ ഫസാദിന്റെ ആളായ ഇബ്നു അബ്ദുൽ വഹാബ്, ഇന്നത്തെ ISSന്റെ നേതാവ്, ഉപ്പാപ്പ, ആ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് ഇതെങ്ങനെ ഉണ്ടാകും? ഇവർ 2 പേരും കൂടി ടൈപ്പ് ആവുകയാണ്. അവസാനം എന്താ എഗ്രിമെന്റ്? നമ്മൾ 2 പേരും കൂടി കൂടും. എൻ്റെ ബുദ്ധി, നിങ്ങളുടെ ശക്തി, ഭരണശക്തി, ഇത് 2ഉം കൂടി ഇതൊക്കെ വെട്ടിപ്പിടിച്ച് ഒരു രാജ്യമാക്കിയാൽ ഭരണം ആലു സഊദിന് വേണം. ആലു സഊദ്, അതാണ് ഇപ്പോൾ സൽമാന്റെ പരമ്പര. അതിൽ മതം പറയാനുള്ള അവകാശം ആലു ഷെയ്ഖിന് വേണം. അതാണ് വഹാബി ഷെയ്ഖ്. അന്ന് മുതൽ ഇപ്പോഴത്തെ അവസാനത്തെ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖാണ് മുഫ്തി ആയിട്ടുള്ളത്. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പടയോട്ടം തുടങ്ങി. രക്തവിപ്ലവത്തിലൂടെ 100 കണക്കിന് ആളുകളെ കൊന്നൊടുക്കി. മഹാന്മാരുടെ മക്ബറകൾ അടിച്ച് തകർത്താണ് വഹാബിസം ഉണ്ടായത്. മുസ്ലിങ്ങളെ, ഞങ്ങൾ കഠിന ശത്രുക്കളാണ് കേട്ടോ. ഞങ്ങൾ ആ മെമ്പറിൽ കൂട്ടലെങ്ങൾ. അവർ പറയുന്ന ഇസ്ലാമല്ല. ഏതാ അവർ പറയുന്ന ഇസ്ലാം? ഒരു അമുസ്ലിമിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പാപമാണ്. പക്ഷെ അങ്ങനെ കിടുക എന്നുള്ളതല്ലാതെ വേറെ എന്താ പറയാനുള്ളത്? ഇന്നലെ ഒരു കാക്ക എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, എൻ്റെ മക്കൾ ആരെയും ഞങ്ങൾ പോളിയോ ഒന്നും കൊടുത്തിട്ടില്ല, പോളിയോ കൊടുക്കുന്നത് ഹറാമാണ്, അത് കുഫ്രിയത്തിലേക്ക് പോകും. കേട്ടില്ലേ നിങ്ങൾ പ്രസംഗം? മക്കൾക്ക് പോളിയോ കൊടുത്താൽ അത് നിരീശ്വരവാദം, അത് ഷിർക്കിലേക്ക് പോകും. ആരെങ്കിലും ഒരാൾ മക്കളെയും വിളിച്ചേ പോളിയോ കൊടുത്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഇമാതിരി ഭ്രാന്തും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു മുസ്ലിം സദസ്സിൽ, അതും പബ്ലിക്കിൽ പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു സക്കാഫി എന്ന നിലയിൽ അപരിമിതമായ, ഇനി അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കൂട്ടിയാൽ മതി നിങ്ങൾ. ഞങ്ങളെ തന്നെ കൊന്നുകളയണമെന്ന് 1991 അവരുടെ 981 ജൂലൈയിൽ പറഞ്ഞു. സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ്. അറിയോ നിങ്ങൾക്ക്? സുന്നികളെ കൊല്ലൽ നിർബന്ധമാണ്. 981 ജൂലൈ അൽമനാർ. പിന്നെ എന്താ കൊല്ലാൻ വരാതിരുന്നത്? അത് വരവും ചെലവും കൂടി നോക്കിയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് വന്നില്ല. വരാൻ പറ്റുന്നിടത്തൊക്കെ കൊന്നിട്ടുണ്ട്. അതാണ് വഹാബിസം, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം. അവരുടെ നേതൃത്വത്തിൽ ISS നടക്കുന്നത്. അത് ഇസ്ലാമല്ല. എന്തായാലും സൗദി അറേബ്യയിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹു മാറ്റങ്ങൾ വരുത്തുമാറാവട്ടെ. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിലേക്കൊന്നും പോവണ്ട. അവർക്ക് കുട ചൂടി കൊടുക്കാനും ആരും പോവണ്ട. അങ്ങനെയും കൂടി പറയണമല്ലോ.
അവർക്ക് കുട ചൂടി കൊടുക്കാനും പോവണ്ട. നമ്മുടെ വിശ്വാസം അത് കറക്റ്റാ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഇത്രയും ആലിമീങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, പുന്നാര നബി തങ്ങളെ വിളിക്കുന്നു, പറയുന്നു, ആ ഖബറിന്റെ മദീനയിലേക്ക് ചെല്ലുന്നു, നമ്മൾ ഇവിടെയുള്ള ഖബർസ്ഥാനുകളിൽ പോകുന്നു, അതൊക്കെ പോകുന്നവരെ കൊല്ലണം എന്നാണ് പറഞ്ഞത്, കൊന്നുകളയണം. എന്തൊരു ധിക്കാരമാണിത്! ഒരു ജനാധിപത്യ രാജ്യത്തിൽ നാടുകാണി മക്ബറ, ബ്രിട്ടീഷുകാരന്റെ കാലം മുതൽ നിലനിൽക്കുന്ന മക്ബറയാ. ഒന്നിലധികം പ്രാവശ്യം മക്ബറ പൊളിച്ചു കളഞ്ഞു. എന്ത് ഭ്രാന്താന്നാ ഇതിനൊക്കെ പറയുക? എന്തേ മക്ബറയുടെ അടുത്ത്? സംശയമുള്ളവരുണ്ടോ? ഒരു 2 മിനിറ്റ് എനിക്ക് അനുവദിക്കുക. നിങ്ങൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവരുടെ അടുത്തേക്ക് വരുന്നു, ഖബറിങ്കലേക്ക്. പഠിച്ചുകൊള്ളണം ആശയം. ഖബറിങ്കലേക്ക് ജാഅ റജുലുൻ ഇലാ ഖബറിൻ നബിയ്യി, ഇലാ ഖബറിൻ നബിയ്യി, തങ്ങളവരുടെ ഖബറിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇസ്തസ്ഖീ ലിഉമ്മതിക, അങ്ങയുടെ ഉമ്മത്തിന് മഴയില്ല, മഴ വേണം. വഖദ് ഹലകു, മഴയില്ലാതെ അവർ വിഷമിക്കുന്നു, അവർ നശിക്കുന്നു. അവരുടെ മൃഗങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, കിണറുകൾ വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്. നബിയെ, മഴ വേണം. എങ്ങോട്ടാ വന്നത്? ഖബറിന്റെ അടുത്തേക്ക്. ഈ ഖബർ പൊളിയന്മാർ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നതിന്റെ ആധികാരികത. ഇത്രയും ആലിമീങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ പറയാം. ആ രാത്രിയിൽ ഫഅതാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രാത്രിയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി വന്നു. ആരുടെ അടുത്ത്? ഈ ആളുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇത്തി ഉമർ, ഉമറിന്റെ അടുത്ത് നീ പോണം. ഉമറിന്റെ ഭരണകാലത്താണ് ഈ സംഭവം. റസൂലുള്ള ഖബറില, ഉമറിന്റെ അടുത്ത് പോണം. ഫഖറഹു മിന്നിസ്സലാം, എൻ്റെ അസ്സലാമു അലൈക്കും ഉമറിനോട് പറയണം. എന്നിട്ട് പറയണം, ഫഇന്നഹും മുസ്ഖൗൻ, അവർക്ക് മഴയുണ്ട്, ഉടനെ മഴ കിട്ടുമെന്ന സന്തോഷ വാർത്ത അങ്ങ് പറഞ്ഞോ. മഴ എന്ന് പറയുന്നത് ഖബറിങ്കൽ പോയി ചോദിക്കാൻ പറ്റുന്ന കാര്യമാണോ മുസ്ലിയാരെ? അതുകൊണ്ടാ സുന്നികളെ കൊല്ലണമെന്ന് പറഞ്ഞത്. പറ്റും. ഞാൻ ഈ പറഞ്ഞ സംഭവം ആരൊക്കെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചോ. ആരൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു കള്ളക്കഥയല്ല. ഇവിടെ ഒന്ന് പഠിച്ചോ. റസൂലുള്ളാഹി ഖബറിൽ കിടക്കുന്നെങ്കിലും പുന്നാര നബിതങ്ങൾക്ക് ഒരു വിരൽ അനക്കണമെങ്കിൽ ആര് കഴിവ് കൊടുക്കണമെന്ന മുസ്ലിമിന്റെ വിശ്വാസം? അല്ലാഹു കഴിവ് കൊടുക്കണം. ആ റബ്ബിന്റെ കഴിവില്ലാതെ ഒരു വിരൽ പോലും അണക്കാൻ അള്ളാഹിന്റെ റസൂലിന് കഴിയില്ല. പക്ഷേ അള്ളാഹുവിനോട് ചോദിച്ചാൽ അത് തരാൻ സാധ്യത റസൂലുള്ളാഹിക്കാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഖബറിന്റെ അടുത്ത് ചെന്നത്. ഈ ഹദീസ് സ്വഹീഹാണ്, സത്യസന്ധമാണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഒന്നാമതായി പറഞ്ഞത് ഇബ്നു അബീ ഷൈബ അവിടുത്തെ മുസന്നഫില്. ഇബ്നു അബീ ഷൈബ അവിടുത്തെ മുസന്നഫില്. ആരാ ഇബ്നു അബീ ഷൈബ? നമുക്കൊക്കെ കേട്ടു പരിചയമുള്ള മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ ഉസ്താദ്. രണ്ടാമത് ഇത് സഹീഹ എന്ന് പറഞ്ഞ ആളാരാ? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരി എന്ന വിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിക്ക് വിശദീകരണം എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനിയാണ് പറഞ്ഞത് ഇത് സത്യസന്ധമാണ്, ഇതിന്റെ പരമ്പര സത്യസന്ധമാണ്. മൂന്നാമത്തെ ഒരാളെ കേൾക്കണോ? ഇബ്നു തീമിയ റളിയല്ലാഹു അൻഹു ഒന്നും പറയണ്ട, ആരും ചിലപ്പോൾ പറഞ്ഞു പോകും. ഇബ്നു തീമിയ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറയുന്നു, ഈ സംഭവം വിഷമം വരുമ്പോൾ ഖബറിന്റെ അടുത്ത് പോയിക്കോ, ഈ സംഭവം ശരിയാണ്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തീമിയ. നാലാമതായി ഇത് പറഞ്ഞത് ഇബ്നു തീമിയയുടെ ശിഷ്യനുണ്ട്. ആരാണ് ആ ശിഷ്യൻ? ഇബ്നു കസീർ. ഉസ്താദ്മാർക്ക് അറിയാൻ തഫ്സീറുകളുണ്ട്. ഇബ്നു കസീർ പറഞ്ഞു, ഹാദാ ഹദീസുൻ സഹീഹുൻ ജയ്യിദുൻ, ഉറച്ചതാണ്. പാമ്പൻ പാലത്തിന്റെ സ്ട്രോങ് ആണ് അതിന്റെ പരമ്പരക്ക്, ഉറച്ചു വിശ്വസിച്ചോ ഇബ്നു കസീർ. പിന്നെ ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ താരീഖിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു അബീ ഷൈബ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ദലായിലുൻ നുബുവയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജറുൽ ഹൈത്തമി പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇബ്നു അസ്ഖലാനിയ. സമയക്കുറവുകൊണ്ട് അതിന്റെ കിതാബിന്റെ പേരൊന്നും പറയാൻ സമയമില്ല. ഇത്രയും ആധികാരികതയുള്ള ഒരു വിഷയത്തിലാ ഖബറിന്റെ അടുത്ത് പോകുന്ന സുന്നികളെയൊക്കെ കൊന്നുകളയണം വഹാബികൾ പറഞ്ഞത്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അതൊന്നുമല്ല ഇസ്ലാം. പരമ്പരാഗതമായ നമ്മുടെ കാന്തപുരം ഉസ്താദൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു IS-ന്റെ ആളെ പിടിച്ചിട്ടുണ്ടോ? ആ മുസ്ലിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്. ഒരു IS-ന്റെ ഒരാളെ ഇല്ല, അബദൻ ഉണ്ടാവില്ല. നേതൃത്വം അങ്ങനെയാണ് ഇസ്ലാം, അങ്ങനെയാണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കുന്നത്.
അതുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് ഉൾക്കൊള്ളുക. രണ്ടാമത് മറ്റൊരു വിഭാഗം ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോര്. അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മുസ്ലിങ്ങളാണല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് പോര്, നമുക്ക് അംഗസംഖ്യ കൂട്ടണം. ആസാം, ഭിവണ്ടി, ജാംഷഡ്പൂർ, മുറാദാബാദ്, ഭീകാ ഷരീഫ്, ഭഗൽപൂർ, കാട്ടൂർ, കാശ്മീർ, അങ്ങനെ അങ്ങനെ കുറേ എണ്ണിയിട്ട് പറഞ്ഞു നമ്മളൊക്കെ ഇങ്ങനെ തമ്മിൽ തല്ലേണ്ടതാ. എടാ, നമ്മളൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ട സമയമല്ലേ? കേട്ടാൽ എന്താ മധുരം. ഒന്നിച്ച് നിന്നതുകൊണ്ട് രക്ഷപ്പെടുമെന്നാണോ അല്ല പറഞ്ഞത്? ചങ്കത്ത് കൈവച്ചുകൊണ്ട് ചിന്തിച്ചോ, നമ്മൾ സുന്നികളാ. ഇപ്പൊ ചില നേതാക്കളും പറഞ്ഞു ഒന്നിച്ച് നിൽക്കണം. 5-8 പോക്കറ്റും പഞ്ചായത്ത് ഓഫീസുമായിട്ട് നടക്കുന്ന ചില ആളുകൾ പറഞ്ഞില്ലേ, വലിയ വലിയ മുജാഹിദിന്റെ സമ്മേളനത്തിന്റെ അംബാസഡറായിട്ട് വന്നിട്ട് പറയുന്നു എല്ലാവരും ഒന്നിക്കണം. എന്നാ അല്ല പറഞ്ഞത് എന്താണെന്നറിയോ? അള്ളാഹു പറഞ്ഞത് എന്താണെന്നറിയോ? അതും കൂടി പഠിക്കണമല്ലോ. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോ. അല്ല പറഞ്ഞത് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചു, പക്ഷേ നിങ്ങൾ കുറഞ്ഞ ആളുകളെ ഉണ്ടായുള്ളൂ. 1000 മറുവശത്ത്, ഇപ്പുറത്ത് 313, ഇപ്പുറത്ത് ഉറങ്ങല്ലേ, ഇപ്പുറത്ത് 313. ഇന്ന് റബീഉൽ അവ്വൽ 12. ആ പുന്നാര നബിതങ്ങൾക്ക് ജീവൻ വേണോ ജീവൻ നൽകാം, രക്തം വേണോ രക്തം നൽകാം എന്ന് പറഞ്ഞ സ്വഹാബികൾ. ഓ, ആ സ്വഹാബികളെ കുറിച്ച് എന്തൊരു സന്തോഷമായിരുന്നു പുന്നാര നബിക്ക്. നമുക്ക് ആ പേരൊന്ന് പറഞ്ഞു നോക്കിയാലോ, പറ്റുമോ? ആ 313 ആളുകൾ ആരാണ്? ബദരീങ്ങള്. ഏത് പ്രതിസന്ധിയിലും സംരക്ഷണത്തിന്റെ കുട ചൂടി തന്നവർ. ക്യാൻസറിന്റെ കാലമാ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ കേൾക്കുന്നവരിലും വന്നവരിലും നമ്മൾ ബന്ധപ്പെട്ടവരിലും ആ രോഗമുണ്ടെങ്കിൽ ജാതിമത ഭേദമന്യാണ് നമ്മുടെ പ്രസംഗം. ജഗദീശ്വരൻ ആ ക്യാൻസറും ട്യൂബറുമായി കഴിയുന്ന എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ. അതിന് നമുക്ക് പിടിക്കാം സ്വഹാബുൽ ബദരീങ്ങളെ. സദാത്തിന റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊള്ളണം. ആ നാവ് കൊണ്ട് പറഞ്ഞ പസാദൊക്കെ ഇതുകൊണ്ടങ്ങ് പോട്ടെ, നുറക്കെ. സദാത്തിന വ സയ്യിദിന വ ഹബീബിന മുഹമ്മദിൻ وأبي بكر وعمر وعثمان وعلي وطلحة والزبير وسعيد وسعيد وعبد الرحمن بن عوف وأبي عبيدة بن الجراح رضي الله عنهم. ساداتنا أبي والأخنس والأركم وأسعد وأنس وأنسة وأوس وأوس وإياس وإياس وبجير وبحاث والبراء وبصبصة وبشير وبشير وبلال وتميم 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 وثابت 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 وثعلبة وثعلبة وثقف وجابر وجابر وجبار وجبر وجبير والحارث 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 وحارثة وحارثة وحتب وحتب والحباب وحبيب وحرام وحريث والحسين وحمزة وحمزة وخالد وخالد وخارجة وخباب وخباب وخبيب وخداش وخراش وخبيم وخلاد 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 وخليد وخليفة وخنيس وخوات وخولي وذكوان وذي الشمالين وراشد ورافع 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 والربيعي والربيع والربيعة ورخيلة ورفاعة 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 وزياد 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 وزيد 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 وسالم وسالم والسائب وصبرة وسراقة وسراقة وسعيد 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 وسفيان وسلمة 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 وسليت وسليم وسليم وسماك وسنان وسنان وسهل 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 وسهيل 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 وسواد وسواد وسويبت وشجاع وشريك وشماس وصبيه وصفوان وصيفي وصحيب والضحاك والضحاك واللمرة وطفيلي 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 وطليب وعاصم 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 وعكل 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 وعامر 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 وعباد وعباد وعبادة وعبد الله 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 وعبد الرحمن وعبد الرب وعبدة وعبس وعائد وعبيد 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 وعبيدة وعتبان وعتبة 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 وعثمان واللجلان وعدي وعصبة وعسيمة وعطية وعقبة 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 وعكاشة وعمار وعمارة وعمارة وعمد 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 وعمد
وعمد وعمد وعمد وعمد وعمد وعمد وعمير 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 وعوف وعويم وغنام والفقه والفروة وقتادة وقدامة وقتبة وقيس 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 وكعب 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 ولبدة ومالك 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 ومبشر والمجذر ومحرر ومهرز ومحمد وبذلاج وبرثد ومصطح ومسعود 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 ومصعب ومعاذ 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 ومعبد ومعبد ومعتب 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 ومعكر ومعمر ومعن ومعن ومعبد ومعبد والمقداد ومليل والمنذر والمنذر ومهدئ والنذر والنعمان 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 ونؤيمان ونوفل وهانئ وهبيل وهلال وودقة ووقد ووديعة وودقة ووهب ووهب ويزيد 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 وأبي أيوب وأبي الأعور وأبي حبة وأبي حنة وأبي حبيب وأبي حذيفة وأبي حسن وأبي خارجة وأبي خلاد وأبي خزيمة وأبي داود وأبي دجانة وأبي صبرة وأبي سليت وأبي سلمة وأبي سنان وأبي شيخ وأبي سربة وأبي ضياح وأبي طلحة وأبي عقيل وأبي قتادة وأبي كبشة وأبي لبابة وأبي مخشي وأبي مرثد وأبي مسعود وأبي مليل وأبي الهيثم وأبي اليسري وسائر الصحابة والقرابة أجمعين. അള്ളാഹു ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ. അവരെ കൺകുളിർക്ക് സ്വർഗത്തിൽ കാണാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അതിൽ അവസാനം പറഞ്ഞയാളാണ് അബുൽ യസർ റളിയല്ലാഹു അൻഹു. സ്കെൽറ്റന, വളരെ കനം കുറഞ്ഞയാളാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ നല്ല പവർഫുള്ളാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ ബദറിൽ റസൂലുള്ളാഹിന്റെ എതിർപക്ഷത്ത് വന്നയാളാ. അദ്ദേഹത്തെ വളച്ചു കെട്ടി കൂട്ടിപ്പിടിച്ച് ബദരീങ്ങളുടെ ആ ടെൻറ്റിൽ, ചിറപിടിക്കപ്പെട്ടവരുടെ ടെൻറ്റിൽ കൊണ്ടുപോയി ആക്കിയത് അബുൽ യസർ. സഹാബത്ത് ചോദിച്ചു, എടാ നിനക്കെങ്ങനെ ഇതിന് സാധിച്ചു, ഇത്രയും വലിയ ആളെ? അപ്പൊ പറഞ്ഞെന്താണെന്നറിയോ, എടാ അത് പഠിക്കും, നമ്മൾ വെറുതെ ഈ സിന്ദാബാദ് വിളിക്കാൻ ഈ മുക്കൂട്ട് കമ്പനിയുടെ പുറകൊന്നും പോകാൻ നിൽക്കണ്ട, ഇത് ബദരീങ്ങളാ, എന്താ നിങ്ങൾക്ക്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബദറിൽ ചില ആളുകൾ വെള്ളക്കെട്ടൊക്കെ കെട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു, പിടിച്ചോ, കൈ കെട്ടിക്കോ. കൈ വെച്ച് തന്നു, കെട്ടിക്കോ അബൂ യസറെ. കാല് പിടിച്ചിട്ട് പറഞ്ഞു, കെട്ടിക്കോ അബൂ യസറെ. പിന്നെ കെട്ടാനെന്താ പ്രശ്നം? ആ വന്ന ആളാരാണ്? ആ വെള്ളത്തലക്കെട്ടും കെട്ടി? മലക്കുകൾ. ഖുർആൻ പറഞ്ഞതല്ലേ, അവിടെ എണ്ണം കുറവായിരുന്നു, വിജയിപ്പിച്ചു. അതിന് വേറൊന്ന് കേട്ടോ, മൂത്തത്ത് യുദ്ധം, എതിർവശം 2 ലക്ഷം. മൂത്തത്ത് യുദ്ധത്തില് 2 ലക്ഷം, മറുവശം ഇപ്പുറത്ത് 3000. എത്ര? 3000 ആളുകളാ പോകുന്നത് 2 ലക്ഷത്തോട് എതിർക്കാൻ. ഇത് അടിസ്ഥാനമായ ഒരു വിഷയമായതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ പ്രസംഗം തുടങ്ങിയത് റസൂലുള്ളാഹിയിലേക്ക് തുടങ്ങണം, അല്ലേ? റസൂലുള്ളാഹിൻ്റെ ജീവിതമാവണം, അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അള്ളാഹിൻ്റെ റസൂൽ ഖുർആൻ ഓതി നമ്മോട് പറഞ്ഞു തന്നു, മൂത്തത്ത് യുദ്ധം 2 ലക്ഷം, മറുവശം ഇപ്പുറത്ത് 313 ഉള്ളൂ. പവറ. ഉടനെ 3 ആളുകളോട് റസൂലുള്ള പറഞ്ഞു, ഇയാൾ മരിച്ചാൽ ഇയാൾ, ഇയാൾ മരിച്ചാൽ ഇയാൾ, ഇയാൾ മരിച്ചാൽ ഇയാൾ. ആ 3 മരിച്ചാലോ? 3 മരിച്ചാൽ പ്രാപ്തരായ ഒരാളെ ക്യാപ്റ്റനാക്കിക്കോ, യുദ്ധം ചെയ്തോ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ക്യാപ്റ്റനായി യുദ്ധം ചെയ്യാൻ പോയി. അങ്ങനെ തുടക്കത്തിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹുവിനോട് അനുയായികൾ വന്നു പറഞ്ഞു, 2 ലക്ഷമാ മറുവശത്ത്, 3000 ഇപ്പുറത്തുള്ളൂ. നമ്മുടെ ഇന്നത്തെ അവസ്ഥ, ന്യൂനപക്ഷം മതി, ഒരടിക്ക് പിടിക്ക് പോകണ്ട, ഒരു ബഹളത്തിനും പോകണ്ട, മുസ്ലിം ആയിക്കോ, സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്ദുല്ലാഹി ബിൻ റവാഹ തങ്ങൾ പറഞ്ഞു, മാനുഖാതിലുന്നാസ ബിഇദ്ദ, ഒരുപാട് ആളുകളെ കൊണ്ടല്ല നമ്മൾ യുദ്ധം ചെയ്യിക്കുന്നത്. വലാ ഖുവ, ശക്തിയായ ആയുധമൊന്നുമില്ല. വലാ കസുറ, എണ്ണത്തിൽ ഒരുപാടില്ല. അതല്ലേ നിങ്ങളുടെ പ്രശ്നം? അതെ, അതാണ് പ്രശ്നം. എന്നാൽ നിങ്ങൾ ഓർത്തോ, ഒമാനുഖാതിലുന്നാസ, നമ്മൾ യുദ്ധം ചെയ്തിട്ടില്ല. ഒരുപാട് പേര് വന്നിട്ടോ, ഒരുപാട് ആയുധം വന്നിട്ടോ, ഒരുപാട് അംഗസംഖ്യ കൊണ്ടോ യുദ്ധം ചെയ്യുന്നില്ല. ഒമാനുഖാതിലുഹും ഇല്ലാ ബിഹാദദ്ദീൻ, ദീൻ നമ്മുടെ കയ്യിലുണ്ട്, ഇസ്ലാം മതം നമ്മുടെ കയ്യിലുണ്ട്. അല്ലദീ കറമനല്ലാഹു ബിഹി, ആ ഇസ്ലാം കൊണ്ട് അല്ലാഹു നമ്മെ ആദരിച്ചിട്ടുണ്ട്. ആ ഇസ്ലാമിൻ്റെ പ്രബോധകരും പ്രചാരകരുമാണ് നമ്മൾ. ആകയാൽ അതുമതി, 2 ലക്ഷം ഉണ്ടായിക്കോട്ടെ, 3 ലക്ഷം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ഇസ്ലാമാക്. എടോ, ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, അല്ല ഇപ്പുറത്ത്
ഇപ്പുറത്ത് നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞി, അതൊക്കെ ചരിത്രം തങ്കലിപികളാ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ എന്തേ ഭാഗ്? പലരും പലതും പറഞ്ഞപ്പോൾ പറഞ്ഞു ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ എഴുന്നേറ്റു എന്ന് പറഞ്ഞ ചരിത്രം പൂർവ്വകാലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ ഒന്നേ മാർഗമുള്ളൂ. എന്താ? അവരെ ആ കിതാബിൽ നിന്നൊന്ന് മാറ്റി ചിന്തിപ്പിക്കുക. അവരുടെ ആ കിതാബുണ്ടല്ലോ, ഖുർആൻ, അതിൽ നിന്നൊന്ന് മാറ്റി ചിന്തിപ്പിക്കുക. എന്നാലേ അവരെ പരാജയപ്പെടുത്താൻ പാടുള്ളൂ. അതിൻ്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്ര മതിയല്ലോ, ബുദ്ധിയുള്ളവർക്ക് തിരിയില്ലേ? അതിൻ്റെ പണിയാണ് ഒരു വിഭാഗം സമുദായത്തിൻ്റെ ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയും പിന്തിരിപ്പിക്കുക, വെറും ഭൗതികമായി ചിന്തിക്കുക. ഇപ്പുറത്ത് വിജയം വരിച്ചു, 2 ലക്ഷത്തെയും പരാജയപ്പെടുത്തി മുസ്ലിങ്ങൾക്കുണ്ടായി. ഇനി മൂന്നാമതൊന്ന് കേട്ടോ, ഖുർആൻ വലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറ വയൗമ ഹുനൈൻ. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ കുറഞ്ഞ ആളുകളായപ്പോൾ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈനിലും ജയിച്ചു. പക്ഷേ മറുവശത്ത് 12,000 ഉള്ളത്. നല്ല അഹങ്കാരം ഉണ്ടായിരുന്നു നമ്മുടെ ആളുകൾക്ക്. ഒരുപാട് പടയങ്കിയും പട്ടാളവും ഒരുപാട് ആയുധങ്ങളുമായിട്ടാണ് ചെന്നത്. നല്ല അഹങ്കാരം. ഇന്ന് എന്തായാലും ജയിക്കും, അല്യവും ഇന്നത്തെ ദിവസം വിജയം നമുക്കാന്ന് പറഞ്ഞ് അഹങ്കരിച്ചു ചെന്നു. ഹുനൈനിലെ ആളൊരുപാടുണ്ടായിരുന്നു, ഓടേണ്ടി വന്നു. പിന്നെ അള്ളാന്റെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ടാണ് ഹുനൈനിൽ, അങ്ങനെയല്ലേ? ഹുനൈനിൽ രക്ഷപ്പെട്ടത് അള്ളാന്റെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ടാ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ചുരുക്കട്ടെ, എന്താ ചെയ്യേണ്ടത്? ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ സന്ദേശമായി നമ്മൾ ഇസ്ലാമിലേക്ക് മടങ്ങുക. പരമാവധി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മടങ്ങുക. അപ്പോൾ നമുക്ക് വിജയം കിട്ടും. അതെല്ലാത്തിനും പര്യാപ്തമാണ് ആ ദീൻ, എല്ലാത്തിനും പര്യാപ്തമാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ മർക്കസു സഖാഫത്ത് സുന്നിയായൊക്കെ സമ്മേളനങ്ങൾ നടത്തുന്നു, പരിപാടികൾ നടത്തുന്നു. ഒരുപാട് ആളുകൾ അമുസ്ലിങ്ങളൊക്കെ ചിന്തിക്കും എന്തിനാ ഇതിനും മാത്രം സ്ഥാപനമൊന്ന്. ആ സ്ഥാപനത്തിലൊക്കെ പഠിച്ചവരോ അവരുടെ ശിഷ്യന്മാരോ അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ഒന്നും ഈ രാജ്യത്ത് അപകടകരമായതൊന്നും ചെയ്യില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യുകയില്ല. ഞങ്ങൾ അവസാനമായി പറഞ്ഞ എന്താണെന്നറിയോ? ഞങ്ങളുടെ പ്രവാചകൻ വഫാത്തായി കിടക്കുന്ന മദീന, ആ മദീനയാണ് ഇന്ത്യയോട് യുദ്ധത്തിന് വന്നതെങ്കിൽ ഇനി അതിനപ്പുറം എന്താ പറയേണ്ടത്? ഞങ്ങൾ 5 വക്കത്ത് നിസ്കരിച്ച് തിരിഞ്ഞ് നിസ്കരിക്കുന്ന മക്കയാണ് നമ്മുടെ ഇന്ത്യയോട് സമരത്തിന് വരുന്നതെങ്കിൽ മരിച്ചാലും മുസ്ലിമിനെ തിരിഞ്ഞ് കടത്തേണ്ടത് കിബിലയിലേക്കാണ്. ആ കിബിലയുടെ ആളുകളായ മക്കയും മദീനയും ഉൾപ്പെടെ സൗദി അറേബ്യയാണ് ഇന്ത്യയിലേക്ക് യുദ്ധത്തിന് വരുന്നതെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസൽമാൻ ഇന്ത്യക്കൊപ്പം നിൽക്കും. ഇന്ത്യക്കൊപ്പം. ഞങ്ങളുടെ ദേശക്കൂറ് ഒരാൾ വളക്കാൻ നിൽക്കണ്ട, ഞങ്ങളുടെ ദേശസ്നേഹം ഒരാൾ വളക്കാൻ നിൽക്കണ്ട. ഒരു പെണ്ണിന്റെ അടിവയറിനും ഒരു കുപ്പി കള്ളിനും വേണ്ടി ഈ രാജ്യത്തെ ഒറ്റിക്കൊടുത്തവർ, ഇത്ര പറഞ്ഞാൽ മതിയല്ലോ. അവരാ ഇപ്പൊ രാജ്യസ്നേഹം അളക്കുന്നത്. അതുകൊണ്ട് അവരെ കരുതിയിരിക്കാൻ എല്ലാ ആളുകളോടും ജാതിമത ഭേദമന്യുള്ള ആളുകളോട് ഓർമ്മപ്പെടുത്തി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് പുന്നാര നബിതങ്ങൾ ഇസ്ലാം വളർത്തിയത് ഏഷണി കൊണ്ടോ ഭീഷണി കൊണ്ടോ ഒന്നുമല്ല. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നു. 1 മിനിറ്റ് ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ വരണ്ടേ എന്ന് വിചാരിച്ച് കാബയിലിരിക്കുമ്പോൾ മൂപ്പർക്കൊരു ചിന്ത ഇബ്ലീസ് ഒന്ന് ചിന്തിപ്പിച്ചു കൊടുത്തു. എടാ, ഈ 10,000 ആളുകളെ ഞാനും ഒന്ന് തയ്യാറാക്കിയിരുന്നു എങ്കിൽ, ഞാനും 10,000 പേരെ തയ്യാറാക്കിയിരുന്നുവെങ്കിൽ ഈ കാബ മുഹമ്മദിന് കീഴ്പ്പെടില്ലായിരുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചേ ഉള്ളൂ. മനസ്സിൽ കാബയുടെ ഒരു വശത്തിരുന്ന് ചിന്തിച്ചേ ഉള്ളൂ. പുറകിൽ പോയി തട്ടീന്ന ചരിത്രം മനസ്സിൽ ചിന്തിച്ചിട്ടേ ഉള്ളൂ. പുറകിൽ പോയി തട്ടിയിട്ട് പറഞ്ഞു, അങ്ങനെ ആയിരുന്നു എങ്കിൽ അല്ലാഹു യുഹ്സീക്, അല്ലാഹ് നിന്നെ പരാജയപ്പെടുത്തുമായിരുന്നു. ആ ചിന്തിച്ചേ ഉള്ളൂ. അപ്പ ചിന്ത മനസ്സിൽ കണ്ട നബിയാ മുഹമ്മദുർ റസൂലുള്ളാഹ്, മധ്യാന്ത്യങ്ങളുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾ എനിക്ക് വിശ്വാസമുണ്ട്, ഒന്നും കൂടി ഒന്ന് ദൃഢപ്പെടുത്താൻ വല്ലതും ഒന്ന് കാണിച്ചു തരുമോ? എന്താ കാണിക്കേണ്ടത്? ഇയാൾ തന്നെ പറഞ്ഞു, ആ നിൽക്കുന്ന മരത്തെ ഒന്നിങ്ങോട്ട് വിളിച്ചു വരുത്തുവോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാൻ വിളിക്കണ്ട, നീ ആ മരത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറ മുഹമ്മദുർ റസൂലുള്ളാഹ് നിന്നെ വിളിക്കുന്നു എന്ന് പറ. ഞാൻ വിളിക്കണ്ട, ഞാൻ വിളിച്ചു എന്ന് നീ ചെന്ന് പറ. അയാൾ ചെന്ന് പറഞ്ഞു, മരമേ, മുഹമ്മദുർ റസൂലുള്ളാഹ് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ വേരുകളൊക്കെ അറുത്തു മാറ്റിക്കൊണ്ട് ആ മരം അടുത്തേക്ക് വന്നു. അത്ഭുതം! അത് കണ്ട ആളുകൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖാജ മൊയ്നുദ്ദീൻ തങ്ങൾ വന്നു. ലക്ഷക്കണക്കായ ആളുകൾ ആ ജീവിതം കണ്ട് ഇസ്ലാമായി.
അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. അല്ലാതെ ഒരു ഹാദിയാക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു സഹോദരിക്ക് വേണ്ടി വെറുതെ അപ്പുറവും ഇപ്പുറവും കത്തിജ്വലിക്കുന്ന വികാരഭരിതമായ മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും വാഗ്വാദങ്ങളും നടത്തി ഉള്ള സ്വസ്ഥത നഷ്ടപ്പെടുത്താതെ മുഹമ്മദുർ റസൂലുള്ള എല്ലാത്തിനും മാതൃകയാണ്. ആ ജീവിതം പഠിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുകയും മരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും മുത്തളിയുടെ ആ പൂമുഖം ഒന്ന്, ആ മുല്ലപ്പൂമുഖം ഒന്ന് കാണാൻ ഈ പ്രവർത്തകരായി ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണം റഹ്മാനെ, നീ സാധിപ്പിച്ചു തരണം റഹ്മാനെ. അത് ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല, അതൊരിക്കലും ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല. അത്രത്തോളം ഒന്നും ഞങ്ങൾ ഉയർന്നിട്ടില്ല. അള്ളാഹു അതിന് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനെ, നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിലുള്ള സൗഹൃദവും സൗഹൃദാന്തരീക്ഷങ്ങളും നീ നിലനിർത്തണം റഹ്മാനെ. ഞങ്ങളുടെ നാടിൻ്റെ ഇസ്സത്ത് നീ നിലനിർത്തി തരണം റഹ്മാനെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾക്കൊക്കെ നീ സംരക്ഷണം നൽകണം റഹ്മാനെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എല്ലാവരും ഒന്ന് അടുത്ത് വന്നേ. ഞാൻ എല്ലാ കൊല്ലവും പറയാറുള്ള പോലെ ഒന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് പിരിഞ്ഞേക്കാം. അടുത്ത് വരാൻ പറ്റൂല, അത് ശരിയാണ്. ഒന്ന് എഴുന്നേറ്റ് വന്നു. ഈ സ്വലാത്തിൻ്റെ 2 മിനിറ്റ് കൊണ്ട് റസൂലുള്ള പ്രതീക്ഷയോടുകൂടെ മദീനയിൽ കിടക്കുകയല്ലേ. ഈ മുഅ്മിനീങ്ങളായ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. നമ്മുടെ മഹത്തായ മർക്കസ് സഖാഫത്തി സുന്നിയുടെ ഇപ്പോഴോ അടുത്ത ഡിസംബർ 5-ാം തീയതി കരുനാഗപ്പള്ളിയിൽ വെച്ച് മർക്കസിൻ്റെ പ്രചരണ കൺവെൻഷനും സമ്മേളനവും ഒക്കെ വിപുലമായി നബിദിന റാലി നടക്കുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണം, പുണ്യം നേടണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. കൊടുവള്ളിയിലുള്ള നമ്മുടെ ഒരു പ്രവർത്തകൻ ഇപ്പോൾ മരണപ്പെട്ടു എന്ന വാർത്ത കിട്ടിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ. SOS കരുനാഗപ്പള്ളി ടൗൺ കമ്മിറ്റി ഡിസംബർ 3-ാം തീയതി നടത്താനിരുന്ന ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് ഡിസംബർ 24-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നതായി അറിയിക്കുന്നുണ്ട്. എല്ലാ വിഷയവും അള്ളാഹു താല സന്തോഷമാക്കി തരട്ടെ. ഇന്നലെ ഞാൻ സലാലയിൽ നിന്ന് പോരാൻ നേരത്ത് TV-യിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, സൈക്ലോണാണ്, 8 ട്രെയിനുകൾ തിരിച്ചുവിട്ടു, ഫ്ലൈറ്റ് തിരുവനന്തപുരത്തേക്ക് പോകില്ല, ആകെ പ്രശ്നമാണ്. അൽഹംദുലില്ലാ, എല്ലാവരും വലിയ ടെൻഷനായിരുന്നെങ്കിലും റസൂലുള്ളാഹി നമുക്കൊരു ഫതഹ് നൽകി, ഇല്ലേ? അള്ളാഹു സന്തോഷത്തിലാക്കി. അള്ളാഹു ഈ സന്തോഷം നമുക്ക് എല്ലാ നിലക്കും തരുമാറാവട്ടെ. അതുകൊണ്ട് നമുക്ക് ആ പുന്നാര നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് സന്തോഷത്തോടു കൂടെ പിരിയാം. എന്താ ചെല്ലാൻ പറ്റുന്നവരൊക്കെ ഇത് നോക്കി ചെല്ല്. വേഗം കൊടുത്തോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവൻ കൊടുത്താൽ മതി, അവരങ്ങ് കൈമാറിക്കോളും. നിങ്ങളെടുത്തോ. പേപ്പർ എല്ലാവർക്കും കിട്ടൂല, കിട്ടാത്തവർ ഈ സ്വലാത്ത് കേട്ടിട്ട് അങ്ങോട്ട് ചെല്ലുക കേട്ടോ. മനസ്സ് മദീനയിലേക്ക് അർപ്പിച്ചുകൊണ്ട് അള്ളാഹു അടുത്ത കൊല്ലവും അതിനടുത്ത കൊല്ലങ്ങളിലുമെല്ലാം ദീർഘകാലം ആഫിയത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും സ്വലാത്തിൽ പങ്കെടുക്കണം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ദാരിമി ഉസ്താദ് ഇജാസത്ത് തന്നിട്ട് ചെല്ലുന്നതാണ്. EK ദാരിമി, അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ക്ലാപ്പനക്കാരായ ഒച്ചിറക്കാരായ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നാൽ അത് വലിയ അപരാധമായി പോകും ഈ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ നിലക്ക് അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഞങ്ങൾക്ക് സലാലയിൽ വന്നിട്ട് ഇജാസത്ത് തന്നതാണ്. നമ്മുടെ ഈ നഗരിയുടെ പേര് പതി ഉസ്താദാണ്. പടയോട്ടം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നടത്തിയ ആളാണ് പതി ഉസ്താദ്. അള്ളാഹുരുടെ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. 5,56,00,000 സ്വലാത്താണ് ഇപ്പോൾ ചെല്ലാൻ പോകുന്നത്. 5,56,00,000. അൽഫ് എത്ര? അൽഫ് 10 ലക്ഷം. അപ്പോൾ 56 ലക്ഷം ചെല്ലും കേട്ടോ. ചൊല്ലിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഫ് സ്വലാത്തിൻ വ അൽഫ് സലാമിൻ അലൈക യാ സയ്യിദൽ മുർസലീൻ. ഒന്നിച്ചല്ലേ? അൽഫ് സ്വലാത്തിൻ വ അൽഫ് സലാമിൻ അലൈക യാ സയ്യിദൽ അൽഫ് സ്വലാത്ത്. ഒന്നിച്ചല്ലേ? അൽഫ് സ്വലാത്തിൻ عليك يا سيد النبيين ألف صلاة وألف سلام عليك يا سيد الصديقين ألف صلاة وألف سلام عليك يا سيد الراكعين ألف صلاة وألف سلام عليك يا سيد القاعدين ألف صلاة وألف سلام عليك يا سيد الساجدين ألف صلاة وألف سلام عليك يا سيد الذاكرين
ألف ألف صلاة وألف ألف سلام عليك يا سيد المكبرين ألف ألف صلاة وألف ألف سلام عليك يا سيد الطاهرين ألف ألف صلاة وألف ألف سلام عليك يا سيد اللاهرين ألف ألف صلاة وألف ألف سلام عليك يا سيد الشاهدين ألف ألف صلاة وألف ألف سلام عليك يا سيد الأولين ألف ألف صلاة وألف ألف سلام عليك يا سيد الآخرين ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله ألف ألف صلاة وألف ألف سلام عليك يا سيدي يا نبي الله ألف ألف صلاة وألف ألف سلام عليك يا سيدي يا حبيب الله ألف ألف صلاة وألف ألف سلام عليك يا من كرمه الله ألف ألف صلاة وألف ألف سلام عليك يا من نظمه الله ألف ألف صلاة وألف ألف سلام عليك يا من شرفه الله ألف ألف صلاة وألف ألف سلام عليك يا من أظهره الله ألف ألف صلاة وألف ألف سلام عليك يا من اختاره الله ألف ألف صلاة عليك يا من صوره الله ألف ألف صلاة وألف ألف سلام عليك يا عبد الله ألف ألف صلاة وألف ألف سلام عليك يا خير خلق الله ألف ألف صلاة وألف ألف سلام عليك يا خاتم رسل الله ألف ألف صلاة وألف ألف سلام عليك يا سلطان الأنبياء ألف ألف صلاة وألف ألف سلام عليك يا برهان الأصفياء ألف ألف صلاة وألف ألف سلام عليك يا مصطفى ألف ألف صلاة وألف ألف سلام عليك يا معلى ألف ألف صلاة وألف ألف سلام عليك يا مجتبى ألف ألف صلاة وألف ألف سلام عليك يا مزكى ألف ألف صلاة وألف ألف سلام عليك يا مدني ألف ألف صلاة وألف ألف سلام عليك يا حرمي ألف ألف صلاة وألف ألف سلام عليك يا عربي ألف ألف صلاة وألف ألف سلام عليك يا قرشي وألف ألف سلام عليك يا هاشمي ألف ألف صلاة وألف ألف سلام عليك يا أبتحي ألف ألف صلاة وألف ألف سلام عليك يا زمزمي ألف ألف صلاة وألف ألف سلام عليك يا تهامي ألف ألف صلاة وألف ألف سلام عليك يا أمي ألف ألف صلاة وألف ألف سلام عليك يا سيد ولد آدم ألف ألف صلاة وألف ألف سلام عليك يا أحمد ألف ألف صلاة وألف ألف سلام عليك يا محمد ألف ألف صلاة وألف ألف سلام عليك يا طه ألف ألف صلاة وألف ألف سلام عليك يا ياسين ألف ألف صلاة وألف ألف سلام عليك يا مدثر ألف ألف صلاة وألف ألف سلام عليك يا شفيع يوم الحشر ألف ألف صلاة وألف ألف سلام عليك يا صاحب الكوثر ألف ألف صلاة وألف ألف سلام عليك يا صاحب التاج ألف ألف صلاة وألف ألف سلام عليك يا صاحب المغفر ألف ألف صلاة وألف ألف سلام عليك يا صاحب المحراب ألف ألف صلاة وألف ألف سلام عليك يا خاتم الأنبياء والمرسلين ألف ألف صلاة وألف ألف سلام عليك يا سيد الثقلين ألف ألف صلاة وألف ألف سلام يا رسول الله.